നമസ്കാരം. അഘോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ അഘോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും നിരന്തരം എന്നെ വിളിക്കാറുണ്ട്. പല തരത്തിൽ പല ബിസിനസ് ചെയ്യുന്നവർ, പല ജോലികൾ ചെയ്യുന്നവർ, നഴ്സുമാർ, എഞ്ചിനീയർമാർ, അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നിരന്തരമായിട്ട് എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇവരെല്ലാം പറയുന്നത് എന്താ സാമ്പത്തികമായിട്ട് ജീവിതത്തിൽ തകർന്നു പോവുകയാണ്, എത്ര ശ്രമിച്ചാലും ഞങ്ങൾ കര കയറാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമാണ് അവരെല്ലാവരും പറയുന്നത്. 95% ആൾക്കാരും വിളിക്കുന്നവരും ഈ ഒരു പ്രശ്നമാണ് എൻ്റെ അടുത്ത് സംസാരിക്കാറ്. അപ്പോൾ ഞാൻ പല പോംവഴികളും പല രീതിയിൽ പറയുന്നുണ്ട്. പല വീഡിയോകളിലായിട്ട് ഓരോ അഭിവൃദ്ധി ഉണ്ടാവേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അത് പലർക്കും ഗുണം ചെയ്യുന്നുണ്ടാവും, എല്ലാവർക്കും ഒരേപോലെ ഗുണം ചെയ്യണമെന്നില്ല. എന്നാൽ അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ട് അതിനൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഒരു പരിഹാരമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പരിഹാരം എന്ന് പറഞ്ഞാൽ ചില ലക്കി നമ്പറുകളാണ്. ഇതുവരെ ആരും ഒരു വീഡിയോയിൽ പറഞ്ഞു തരാത്ത, അത് അവർ രഹസ്യം അറിയുന്നവരാണെങ്കിൽ അത് രഹസ്യമാക്കി വെച്ചിട്ട് അത്തരം കാര്യങ്ങൾ പുറത്തു വിടാത്ത ചില ആൾക്കാരുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പൊ ഞാനത് ആ രഹസ്യം പുറത്തേക്ക് വിടുകയാണ്. കാരണം എന്താ വെച്ചാൽ, ഇത് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു ഗുണമാവുമെങ്കിൽ അതാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു രഹസ്യം പറയാൻ പോകുന്നത്. കാരണം പണ്ട് കാലത്ത് അന്ന് ലോട്ടറി ഒന്നും ഇല്ലല്ലോ. പഴയ കാലത്ത് ലോട്ടറിയോ അങ്ങനെ ഭാഗ്യക്കുറിയോ ലക്കി നമ്പറുകളോ അങ്ങനെയൊന്നും ആവശ്യമില്ല. അന്ന് പഴയ കാലത്ത് രാജാക്കന്മാരുടെ കാലമാണെങ്കിൽ പോലും, അന്നത്തെ ജമ്മികളുടെ കാലമാണെങ്കിൽ പോലും അവർ ഈ ചൂതുകളികള്, പകിടകളികള് അതിനൊക്കെ ഉപയോഗിക്കുന്ന പലതരം വിദ്യകളുണ്ട്. അതിലുപയോഗിക്കുന്ന വിദ്യകൾ എന്ന് പറഞ്ഞാൽ തരത്തിലെ പകിട കളിക്കാൻ ഉപയോഗിക്കുന്ന കരുശക്തികളൊക്കെ ഉപയോഗിക്കും. അങ്ങനെ പലതരത്തിലുള്ള വിദ്യകൾ ഉപയോഗിച്ചിട്ട് ആൾക്കാർ കരുശക്തി കൊണ്ടൊക്കെ ആൾക്കാർ പകിടകളിയിലൊക്കെ വിജയിക്കുന്ന ആൾക്കാർ, ചൂതുകളിയിൽ വിജയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ഇന്ന് ആ കാലം മാറി. ഇന്നിപ്പോ ലോട്ടറിയുടെ കാലഘട്ടം കൂടിയാണ്. അല്ലെങ്കിൽ പലതരത്തിൽ നമുക്ക് ഭാഗ്യം കിട്ടേണ്ട ഒരു കാലഘട്ടങ്ങൾ ധാരാളമുണ്ട്. വിദേശത്തൊക്കെ വലിയ വലിയ കോടികളുടെ ലോട്ടറികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോ കോടികൾ മാത്രമല്ല ചിന്തിക്കേണ്ടത്, നമുക്ക് ചെറിയൊരു പ്രൈസ് കിട്ടിയാലും അത് വലിയൊരു കാര്യം തന്നെയല്ലേ. ഒരുപാട് വർഷങ്ങളായിട്ട് ലോട്ടറി എടുത്തിട്ട് ഒരു 100 രൂപ പോലും കിട്ടാത്ത ആൾക്കാർ ഇന്നും ഉണ്ട്. എന്നെ വിളിക്കാറുണ്ട്, എന്താ പോംവഴി വെച്ചിട്ട്. പക്ഷെ നമുക്കൊക്കെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു പോംവഴി പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലല്ലോ. വീഡിയോയിലൂടെ ഇത് പലർക്കും ഉപകാരപ്രദമാവട്ടെ, അതായത് 100ൽ ഒരു 60% ആൾക്കാർക്കെങ്കിലും ഉപകാരപ്രദമാവുന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു കാര്യം നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു വന്നത്, പഴയ കാലഘട്ടത്തിലൊക്കെ ഈ ചൂതുകളിയിലും പകിടകളിയിലും അറിയാവുന്നവർ പല ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ചില നമ്പറുകളുടെ, ചില കോഡുകളുടെ, രഹസ്യ കോഡുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ വിജയം കൈവരിച്ചിരുന്നു. ചില നമ്പറുകൾ നമ്മുടെ ജനന തീയതിയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത്തരക്കാര്, അറിയുന്നവര് അവരുടെ വിജയം കരസ്ഥമാക്കിയിരുന്നു. ഇതറിയാത്തവർ എന്നും പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. കാരണം പഴയ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇന്ന് അത് ആർക്കും അറിയില്ല. വളരെ രഹസ്യമായിട്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ. ഇന്നും നമ്മുടെ കേരളത്തിലൊക്കെ അറിവുള്ളവരുണ്ട്, ധാരാളം അറിവുള്ളവരുണ്ട്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം. അവര് സാധാരണ പൊതുജനത്തിന്റെ മുന്നിൽ അങ്ങനെ വരാറില്ല. അവർക്ക് അങ്ങനെ ആഡംബരങ്ങളൊന്നുമില്ല. ഞാൻ അങ്ങനെ അറിവുള്ള ആളാണെന്നും ജനങ്ങളിലേക്ക് അറിയിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരം ചില അറിവുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. അതേപോലെ ചില നമ്പറുകൾ
നമ്മുടെ ജനന തീയതിയോട്, അതായത് നമ്മൾ ജനിച്ചത്, ഉദാഹരണത്തിന് എന്റെ ജനനം 27-ാം തീയതി ആണെങ്കിൽ അതിൽ 2 ഉണ്ട്. ആ ആദ്യത്തെ 2 എടുക്കുക. 2 ഇവിടെ ആ 2നോട് ഞാൻ പറയുന്ന ഒരു സംഖ്യ കൂട്ടുക. അത് എഴുതി വെക്കുക. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിട്ട് കേൾക്കേണ്ടതാണിത്, ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിച്ച് ചെയ്താൽ മിക്കവാറും ആൾക്കാർക്കും ഫലം ലഭിക്കും. മാത്രമല്ല, നിങ്ങൾ ലോട്ടറി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൈസുകൾ കിട്ടും. അത് കോടികൾ കിട്ടും മാത്രമല്ല, ചെറിയ ചെറിയ പ്രൈസുകൾ പോലും കിട്ടാൻ സാധ്യത കൂടിയ സമയമാണ്. ലോട്ടറി മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് നല്ല കാര്യത്തിന് പോകുമ്പോഴും ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ 2 നമ്പറുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിജയം സുനിശ്ചിതമാണ്. അത് നിങ്ങൾക്ക് നേരിൽ അറിയാവുന്ന കാര്യമാണ്, അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം രഹസ്യ വിദ്യകൾ എനിക്ക് തോന്നുന്നില്ല ഒരു ചാനലിലൂടെ ആരും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. കാരണം ചിലവർ അറിയുന്നവരുണ്ടാവാം, പക്ഷെ അവർക്ക് കിട്ടിയ അനുഭവത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവാം. അതൊന്നും അവർ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാറില്ല. ഞാൻ വിജയിച്ചാൽ ഞാൻ തന്നെ വിജയിക്കണം, മറ്റൊരാൾ വിജയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊരു മനോഭാവമായിരിക്കും മിക്കവാറും ആൾക്കാർക്കും ഉണ്ടാവും. അപ്പൊ അതിന്റെ രഹസ്യങ്ങളൊന്നും ആരും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെ ചില രഹസ്യ നമ്പറുകൾ ഇവിടെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അത് വെച്ചിട്ട് നിങ്ങൾ ഇത്തരം പ്രവർത്തികൾ ചെയ്തു നോക്കൂ. നല്ല മാറ്റം ഉണ്ടാവും ജീവിതത്തിൽ. നിങ്ങൾ ഏത് കാര്യത്തിന് പോകുമ്പോഴും ഈ ഒരു നമ്പർ കൂട്ടിച്ചേർത്ത് പോയി നോക്കൂ. വിജയസാധ്യത സുനിശ്ചിതമാണ്, ഉറപ്പാണ് വിജയസാധ്യത. അങ്ങനെ എല്ലാവർക്കും വിജയസാധ്യത ഉണ്ടാവില്ല. നമ്മൾ പറയുന്നുണ്ട് എല്ലാ കാര്യത്തിലും, എല്ലാ വീഡിയോയിലും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കി എല്ലാവരും വിജയിക്കണം എന്നല്ല പറഞ്ഞത്. എന്നാൽ ഒരു 60% ആൾക്കാർക്കും വിജയം ഉണ്ടാവും എന്നുള്ളതാണ്. 10 ആൾ ചെയ്തു നോക്കിയ 6 ആൾക്കെങ്കിലും വിജയം കിട്ടും. കാരണം നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അനുഭവം ഒന്ന് കമന്റ് ചെയ്യണം. അത് നല്ലതാണെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയ അനുഭവമാണെങ്കിലും അല്ലെങ്കിലും. കാരണം എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കിട്ടി. ഞാൻ ഈ പറഞ്ഞു തന്നിട്ട്, ഒരു ട്രിക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്കത് ഗുണമുണ്ടായോ ഇല്ലയെന്ന് എനിക്ക് അറിയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. കാരണം എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രയോജനമാവും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് ആ നമ്പറിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 27-ാം തീയതിയാണ് എന്റെ ജനനമെങ്കിൽ ഉദാഹരണം പറഞ്ഞതാണ്. ഇനി നിങ്ങളുടെ ജനനം ഒരു 18-ാം തീയതി ആണെങ്കിൽ ആ 18-ൽ നിന്നും 1 എടുത്തു കഴിഞ്ഞാൽ 1 എടുക്കുക. 18 അതിൽ ഒറ്റ സംഖ്യയായ 1 എടുക്കുക. ആ 1 എടുത്തിട്ട് അതിനോടൊപ്പം 3 കൂട്ടുക. 3 കൂട്ടിയാൽ അപ്പൊ 13 കിട്ടും. ഈ 13 വരുന്ന, അതായത് 1, 3 എന്നൊക്കെ വരുന്ന 13 ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 1, 3 അടങ്ങുന്ന ലോട്ടറി സംഖ്യകൾ, ലോട്ടറി സീരിയലിൽ വരുന്ന സംഖ്യകൾ, ഈ 1, 3 അടങ്ങുന്ന സംഖ്യകൾ ഇത്തരക്കാർ എടുത്തു കഴിഞ്ഞാൽ അത് വിജയിക്കാൻ സാധ്യത കൂടുതലാണ് എന്നർത്ഥം. അത് 18-ാം തീയതി ജനിച്ച ആൾക്കാർ. ഇനി 27-ാം തീയതി ജനിച്ച ആൾക്കാരാണെങ്കിൽ അതിൽ 2 എടുക്കുക. 2 എടുത്തിട്ട് അതിനോടൊപ്പം 5 ചേർക്കുക. ഈ 5 രഹസ്യ കോഡ്, രഹസ്യ നമ്പർ 5. നമ്മുടെ ജനനസംഖ്യയോട് ചേർത്ത് 5 ചേർക്കുക. 27-ാം തീയതി ജനിച്ച ആളാണെങ്കിൽ 5 ചേർക്കുക. അപ്പൊ എത്രയായി? 25ആയി. 5 ചേർത്താൽ 25ആയി. ഇനി അങ്ങനെ 25 സംഖ്യ നേരെ കിട്ടണമെന്നില്ല. 2, 5 എന്ന സംഖ്യ ഈ സീരിയൽ നമ്പറുകളിൽ വന്നാൽ മതി. അപ്പോഴും ഈ ഫലം ലഭിക്കുന്നതാണ് കൂടുതൽ ആൾക്കാർക്കും ലഭിക്കുന്നത്. അതേപോലെ നിങ്ങൾ 3-ാം തീയതിയാണ് ജനിച്ചത്, 3 വരുന്ന സംഖ്യയിലാണ് ജനിച്ചതെങ്കിൽ 13 അല്ലെങ്കിൽ 3 ഇതൊക്കെ വരുന്നതാണെങ്കിൽ, 3 ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒപ്പം 9 ചേർക്കുക. 9 എന്ന് പറഞ്ഞ രഹസ്യ സംഖ്യ ചേർക്കുക. അതായത് 3ന്റെ ഒപ്പം 9 എന്ന് പറഞ്ഞ രഹസ്യ സംഖ്യ ചേർക്കുക. ഈ 3ലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിൽ 3ന്റെ ഒപ്പം 9 എന്ന് പറഞ്ഞ സംഖ്യ ചേർത്ത് കൊള്ളുക കേട്ടാ. അത് നമ്മുടെ യുക്തിക്ക് അനുസരിച്ചാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് 2 പ്രാവശ്യം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റ പ്രാവശ്യം സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക്. അതേപോലെ നിങ്ങൾ ഒരു 4-ാം തീയതി വരുന്ന സംഖ്യയിലാണ് ജനിച്ചെങ്കിൽ, 4 എന്ന് പറഞ്ഞ സംഖ്യയിലാണ് നിങ്ങൾ ജനനമെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്? അതിൽ 6 എന്ന രഹസ്യ നമ്പർ ചേർക്കുക. 6. അതിൽ നിങ്ങൾ 4-ാം തീയതി ആണ്, നിങ്ങൾ ജനനസംഖ്യയിൽ 4-ാം തീയതി ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ടത് 6 ആണ്. 6 എന്ന് പറഞ്ഞ രഹസ്യസംഖ്യ ഇതിലും ചേർക്കുക. 10 ആവാം, അല്ലെങ്കിൽ 6 ആവാം, 4 ആവാം ഈ സീരിയൽ നമ്പറുകളിൽ. അങ്ങനെ ചേർത്ത് നോക്കൂ.
നിങ്ങൾക്ക് വിജയം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇനി നിങ്ങൾ 5-ാം തീയതിയാണ് ജനിച്ചതെങ്കിൽ അപ്പൊ നിങ്ങൾ ചേർക്കേണ്ട സംഖ്യയാണ് 7. 5ന്റെ ഒപ്പം ഈ രഹസ്യ സംഖ്യയാണ് 7. ഞാൻ പറയുന്ന രഹസ്യ സംഖ്യ 7ആണ്. 5 നിങ്ങളുടെ ജനസംഖ്യയാണ്, 7ആണ് രഹസ്യസംഖ്യ. അതിന്റെ അത് ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ 6-ാം തീയതിയാണ് ജനിച്ചതെങ്കിൽ അതിന്റെ ഒപ്പം ചേർക്കേണ്ട രഹസ്യ സംഖ്യയാണ് 1. 1 ചേർക്കുക. 1 വരുന്നത് 6 വരുന്ന സംഖ്യയിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ ശ്രദ്ധിച്ചാൽ ആ കാര്യം വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ 16 വന്നു കഴിഞ്ഞാൽ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ 61 വന്നു കഴിഞ്ഞാൽ സാധ്യത കൂടുതലാണ്. ഇങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. അതുപോലെ നിങ്ങൾ 7 സംഖ്യയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ 7-ാം തീയതി അല്ലെങ്കിൽ 7 എന്ന് വരുന്ന സംഖ്യയിലാണ് നിങ്ങളുടെ ജനനമെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ടത് 2ആണ്. 2. അപ്പൊ നിങ്ങളുടെ രഹസ്യ സംഖ്യ 2ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, 7-ാം തീയതി 7 വരുന്ന സംഖ്യയിലാണ് നിങ്ങളുടെ ജനനമെങ്കിൽ നിങ്ങൾ 2ആണ് എടുക്കേണ്ടത്. അപ്പൊ 2. ഇനി അഥവാ 8ആണ് നിങ്ങളുടെ ജനസംഖ്യയെങ്കിൽ 8ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് 4ആണ്. 4. നിങ്ങളുടെ രഹസ്യസംഖ്യ 4ആണ്. 8 എന്ന അക്കത്തിലാണ് നിങ്ങൾ ജനനമെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട രഹസ്യസംഖ്യ 4ആണ്. അതേപോലെ നിങ്ങളുടെ ജനനസംഖ്യയിൽ 9ആണ് ജനനസംഖ്യയെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ടത് 8ആണ്. ജനനസംഖ്യയിൽ നിങ്ങളുടെ 9 വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ടത് 8ആണ്. അതായത് നമ്മൾ മാസസംഖ്യയാണ് ഉദ്ദേശിക്കുന്നത്, വർഷം വേണ്ട. മാസത്തിൽ വരുന്ന സംഖ്യയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. അപ്പോ 18-ൽ ജനിച്ചാൽ 1 എടുക്കുക, 8 എടുക്കുക. അതിൽ ഏത് സംഖ്യ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ 16-ൽ ജനിച്ചാൽ 1 എടുക്കുക, 6 എടുക്കുക. ഈ സംഖ്യ കൂട്ടാം, ഈ പറഞ്ഞ രഹസ്യസംഖ്യ കൂട്ടാം. ഏറ്റവും നല്ലത് ആദ്യം വരുന്ന സംഖ്യയാണ് കേട്ടാ. 1 എടുക്കുക, അതിനോടൊപ്പം 3 ചേർക്കുക. 2 എടുത്താൽ 5 ചേർക്കുക എന്ന് പറഞ്ഞ മാതിരി. അവസാനത്തെ സംഖ്യയാണ് നിങ്ങൾ 9 എന്ന് പറഞ്ഞ അക്കത്തിലാണ് ജനിച്ചതെങ്കിൽ, അതായത് ഒരു 29-നാണ് ജനിച്ചതെങ്കിൽ 2 എടുക്കാം. അപ്പോൾ 9 എടുക്കണം നിർബന്ധമില്ല. 9 എടുത്താലും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഈ വരുന്ന സംഖ്യയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുക്കുക. അതായത് 9 എന്ന് പറഞ്ഞ സംഖ്യയിൽ ജനിച്ചെങ്കിൽ 19, 29, 9. 9-ലാണ് ജനനമെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട രഹസ്യ സംഖ്യ 8ആണ്. അപ്പൊ അതിനോട് 8 കൂട്ടിച്ചേർക്കുക. ഈ 9-നോട് 8 കൂട്ടിച്ചേർത്തിട്ട്, അല്ല 9, 8 എത്രയായി? 17. അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഈ 9ഉം 8ഉം വരുന്ന സീരിയൽ നമ്പറുകളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടാ. ഇങ്ങനെ ഇത്തരം സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാക്കാം. അത് ലോട്ടറി എടുക്കുന്ന ആൾക്കാരായാലും, അല്ലാത്ത ചിട്ടി പിടിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്ത് നല്ല കാര്യത്തിന്, ഏത് ശുഭകാര്യത്തിന് നിങ്ങൾ ഇറങ്ങുന്നുവോ ഈ സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതൊക്കെ പഴയ കാലത്തെ ആൾക്കാർ അവരുടെ വിജയസാധ്യതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചില രഹസ്യ നമ്പറുകളാണ്. അത് നമ്മുടെ ജനനസംഖ്യയോട് കൂട്ടിച്ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു എനർജി ഉണ്ടാവുന്നു, പ്രത്യേക പവർ ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ ആ ഒരു സംഖ്യ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെയെല്ലാം വിജയിക്കാൻ സാധ്യത കൂടുതലാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് ചില രഹസ്യ നമ്പറുകൾ, ഇത്തരം നമ്പറുകൾ പൊതുവെ ആരും അറിയുന്നവർ കുറച്ചായി ഉണ്ടാവുള്ളൂ, രഹസ്യമാക്കാറില്ല. പക്ഷെ നമ്മളത് നമ്മുടെ ചാനലിൽ വരുന്ന ആൾക്കാർ, നമ്മളെ വിളിച്ചന്വേഷിക്കുന്ന ഓരോ വ്യക്തികൾക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും, വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകും. എങ്കിലും 10-ൽ 6 ആൾക്കും ഇത് ഫലം ലഭിക്കുമെന്നാണ് എൻ്റെ കണക്കുകൂട്ടലും എൻ്റെ വിശ്വാസവും അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഒപ്പം നിങ്ങളുടെ ലൈക്കും പ്രതീക്ഷിച്ചുകൊണ്ട്. നിങ്ങളുടെ പ്രചോദനമാണ് ഒരു ചാനലിന്റെ വിജയം. ഇത്തരം നല്ല നല്ല അറിവുകളുമായിട്ട് എനിക്ക് ഇനിയും വരാൻ നിങ്ങളുടെ പ്രചോദനമാണ് വേണ്ടത്. അപ്പൊ നിങ്ങളുടെ പ്രചോദനം ഉണ്ടായാൽ മാത്രമേ എനിക്ക് ഇത്തരം ഇനിയും നല്ല നല്ല അറിവുകളായിട്ട് ഈ വീഡിയോയിലൂടെ വരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.